അപ്പൊ നമ്മുടെ ഓണപരിപാടിയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ഓണം എന്റെയും എന്റെ ഫാമിലിയുടെയും വകയായിട്ട് ആശംസിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാരെയും വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. ബൈ. ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, ഇറ്റ്സ് അഞ്ജു. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടില്ലേ, പൂക്കളൊക്കെ പൂത്ത് ഇന്ന് ഞായറാഴ്ച, ഇന്ന് 31st ഓഗസ്റ്റ് 31st ആട്ടോ. കാരണം ഈ കമ്മിങ് 4th നമ്മുടെ ഓണം. പക്ഷേ ഫാമിലി മെമ്പേഴ്സിന് ആർക്കും ഓണത്തിന് എല്ലാവരും അവരുടേതായ തിരക്ക് വീട്ടിൽ ആഘോഷിക്കണമെന്നായിരിക്കുമല്ലോ എല്ലാവരും ആഗ്രഹം. ഞങ്ങള് യൂഷ്വലി ഒരു ത്രീ ഇയേഴ്സ് ആയിട്ട് ഞങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ഗെറ്റ് ടുഗെദർ പോലെ, എന്ന് വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ്, കസിൻസ് എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാനായിട്ട് ഒരു വീട്ടിൽ നമ്മൾ ഇങ്ങനെ ഇന്ന് സത്യത്തിൽ ആ ദിവസമാണ്. ഇന്ന് നമ്മൾ കൂടും. എന്നിട്ട് ഇന്ന് പോട്ടലക്കാണ്. എല്ലാ ആന്റിമാരും മമ്മി എല്ലാവരും കൂടെ ചേർന്ന് ഒരു സദ്യ. അപ്പം ഒരാൾ ഇങ്ങനെ ഒരു 3-4 ഡിഷസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്കൊരു അടിപൊളി വലിയ സദ്യ ആയിരിക്കും. അപ്പൊ ഇന്നാണ് ഞങ്ങൾ ഈ ഫാമിലി ഗെറ്റ് ടുഗെദർ പോലെ ഓണം അടിച്ചു പൊളിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ദിവസം കേട്ടോ. അപ്പം ഞങ്ങള് ഇന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നതേ ഉള്ളൂ. ഇന്നിപ്പം സമയം 11 o'clock ആവുന്നു. ഇന്നാണ് പരിപാടി. പക്ഷെ ഒരു ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വന്ന് ഇച്ചിരി ലേറ്റ് ആയി പോയി. എനിക്കിനി പാലട പായസം ഉണ്ടാക്കണം, പിന്നെ ഡെക്കറേറ്റ് ചെയ്യണം, അത്തപ്പൂവിന്റെ പൂക്കൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ എല്ലാരും കുക്കിങ്ങിന്റെ തിരക്കിലാണ്. എല്ലാരും ഇപ്പൊ ഒരു 1 o'clock എല്ലാരും വരും. അപ്പൊ നമ്മൾ സദ്യ കഴിക്കും, പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട്, പിന്നെ മെയിൻ പരിപാടി ഞങ്ങള് എല്ലാ വർഷവും ചെയ്യുന്നത് നമ്മുടെ ഫാമിലി കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു അടിപൊളി ഓണപരിപാടിയാണ്. ഓണപരിപാടി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കരമൊന്നല്ല, എന്നാലും നമ്മൾ ഇവിടെ അടിച്ചു പൊളിച്ച് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട ഗെയിംസ് ഒക്കെ കളിക്കും. പിന്നെ ഇന്ന് ഫുള്ള് വീട്ടില് എല്ലാരും സ്പെൻഡ് ചെയ്യുന്ന സമയമാണ്. പക്ഷെ പകുതി കസിൻസ് ആരും ഇല്ല, എന്നാലും ഉള്ളവരെല്ലാരും കൂടെ ചേർന്ന് അടിച്ചു പൊളിച്ച് ഇന്നാണ് ഞങ്ങൾ ഓണം എന്ന് സങ്കല്പിച്ചിട്ട് ഞങ്ങൾ ഇന്ന് അടിച്ചു പൊളിക്കുക. പിന്നെ ഓണത്തിന്റെ ദിവസം ഞങ്ങള് എന്റെ ഹസ്ബൻഡ് വീട്ടിലാണ് ആഘോഷിക്കുന്നത്, തിരുവോണത്തിന്റെ അന്ന്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ ഓണം ആഘോഷിക്കുക. അപ്പം എല്ലാരും ഞാൻ വീഡിയോസ് എന്റെ ഫോണിൽ ഇച്ചിരി ചാർജ് കുറവാ, മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാപ്ചർ ചെയ്യാം. വിശക്കുന്നുണ്ട് ഇപ്പൊ തന്നെ, കാരണം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. എന്നാലും ലഞ്ച് നല്ല അടിപൊളിയായിട്ട് ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇപ്പോഴേ വിശന്നു തുടങ്ങി. ഡെക്കറേഷൻസ് ഒക്കെ കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പോട്ട്ലക്കാണ്. പോട്ട്ലക്ക് അറിയാമല്ലോ എല്ലാവർക്കും. ഇങ്ങനെ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കുറച്ച് ഫുഡ് ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഇവിടെ വന്ന് സദ്യക്കും. അതിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കൂട്ടുകറികളും നമുക്ക് ടേസ്റ്റും ചെയ്യാം, അതേപോലെ ഒരാൾക്ക് ഈ തലവേദനയും വരത്തില്ല. അപ്പം ഇത് ഒരു നല്ല ഐഡിയ ആണ്. നമുക്ക് എല്ലാ സദ്യയുടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഐഡിയ ആണ്. അപ്പൊ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ആ ഡെക്കറേഷൻ വീഡിയോസ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫോണിൽ ചാർജും ഇല്ലായിരുന്നു. അതേപോലെ ഷടപടയെന്നായിരുന്നു കേട്ടോ പരിപാടികൾ. ആന്റിമാരും അങ്കിൾമാരും എല്ലാവരും വന്നിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ കിട്ടിയുള്ളൂ. ആ സദ്യ കൊണ്ടെന്ന് വെച്ചപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. പിന്നെ ആരുടെയിലൊക്കെ ഫോൺ കയ്യിൽ കൊടുത്തിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുപ്പിച്ചു. നല്ല അടിപൊളി സദ്യയായിരുന്നു. ഞങ്ങൾ ഈ പിള്ളേർ സെറ്റൊക്കെ പുറത്തു നിന്ന് ഫോട്ടോ എടുക്കുന്ന ഗ്യാപ്പിൽ ആന്റിമാരും അങ്കിൾമാരും ഒക്കെ പകുതിയും കഴിച്ചു കഴിഞ്ഞു. കാരണം അവർക്കറിയാം ഇവരെങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ, നമുക്ക് വിശക്കുമോ എന്ന രീതിയിൽ അവർ പോയി ഫുഡ് കഴിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവസാനം വന്നിരുന്ന് ഞങ്ങൾ കിട്ടിയ സ്ഥലം നോക്കി താഴെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. സത്യത്തിൽ ആരും കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ബോളിയും പായസം ഒക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവസാനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, എങ്ങോട്ട് ഇല മടക്കണം, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ. അങ്ങനെ കിട്ടിയെടുത്തോട്ട് ഇലയൊക്കെ മടക്കി വെച്ചിട്ട് എണീറ്റ് പോയി. സാധാരണ ഉറക്കമൊക്കെ വരുന്നതാണ്, പക്ഷെ ഉറങ്ങാനുള്ള ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ല. കാരണം ഇനിയാണല്ലോ നമ്മൾ അംഗം. Stop! Start!
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഇതായിരുന്നു. കാരണം കോമഡി ആയിരുന്നു. സ്ട്രോയിലാണ് ആ പേപ്പർ ഗ്ലാസ് വെച്ചിരിക്കുന്നത്. നമ്മൾ സ്ട്രോ വെച്ചിട്ട് അങ്ങോട്ടൊരു കാറ്റ് ഊതി കഴിഞ്ഞാൽ ആ ഗ്ലാസ് പറന്നു. അപ്പോൾ അതിൻ്റെ ചിരിയാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയ ഒരു ഗെയിമായിരുന്നു കേട്ടോ ഇത്. ഇനി പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കൊരു പ്രശ്നമുണ്ട്, ചിരി തുടങ്ങിയപ്പോൾ നിർത്താൻ പറ്റത്തില്ല. ഞാൻ ആ ചിരി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം എന്നെ തട്ടിക്കളഞ്ഞിട്ട് തന്നെ ക്ലാസ്സിൽ ഓടിപ്പോയി മേടിക്കുന്നത്. അവസാനം അവൻ തന്നെ കാറ്റൂതി ഗ്ലാസ് താഴെ ഇട്ടു. അങ്ങനെ ഞങ്ങളുടെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ ഈ ഇടുന്ന അത്തപ്പൂ ഉണ്ടല്ലോ, അത് ഇന്നലെ ഇടേണ്ട അത്തപ്പൂവായിരുന്നു. പൂ ഇടാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പം പിന്നെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ അടുത്ത ദിവസം ഇട്ടു. ഇന്ന് തിരുവോണം. തിരുവോണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ കോട്ടയത്താണ് ആഘോഷിക്കുന്നതെന്ന്. അങ്ങനെ കോട്ടയത്തോട്ട് ഞങ്ങൾ വന്നേക്കുവാണേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സമയം ഇപ്പോൾ ഒരു 10:45 ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് അത്തപ്പൂ ഇടാനുള്ള പൂ കിട്ടുമോ എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. കോട്ടയം ടൗണിലെത്തി. വെള്ളം കാണുന്നില്ല, കടയൊക്കെ അടച്ചിട്ടേക്ക്. കണ്ടോ, നോക്കാം നമുക്ക് എവിടെന്നേലും ഒക്കെ കിട്ടുമല്ലോ. ആ ഒരു പായസക്കട കണ്ടു. കോട്ടയം ടൗണിൽ വന്നപ്പം ഇവിടെ എല്ലാം ഇഷ്ടം പോലെ പൂ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി പൂ മേടിച്ചിട്ട് വരാം. ഇതില് പോട്ടാ പോലും താങ്ക് യു. അങ്ങനെ കുറച്ച് പൂ കിട്ടി. കേട്ടോ, തിരുവോണത്തിന് അന്ന് ഉറക്കമൊക്കെ എണീറ്റപ്പോഴത്തേക്ക് ഒരു 9 മണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് മുറ്റത്ത് പോയി എന്തെങ്കിലുമൊക്കെ പൂവുണ്ടോ നോക്കിയപ്പോഴത്തേക്കും ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കിട്ടിയില്ല. ടൗണിൽ പോയി എന്തെങ്കിലുമൊക്കെ പൂവുണ്ടെങ്കിൽ നമുക്കൊരു പൂ ഇടാം എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് പോവുക. അങ്ങനെ പോയി കുറേ പൂവൊക്കെ മേടിച്ചിട്ട് വന്നു. ഞങ്ങളിവിടെ ഞാനും ഇച്ചയൊക്കെ ഇങ്ങനെ പൂവും ഇതുമായിട്ടൊക്കെ ഇരിക്കുക. മമ്മി അമ്മു എല്ലാവരും കിച്ചണിൽ അടിപൊളി സദ്യ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അന്നത്തെ ദിവസം ഞാൻ കിച്ചണിൽ പോയിട്ടേ ഇല്ല. എന്താ സംഭവം നടക്കുന്നതെന്ന് പോലും നോക്കിയിട്ടില്ല. ഈ പൂവിൻ്റെ തിരക്കിലായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത്തപ്പൂ ഇടണമെന്ന്. യൂഷ്വലി ഞങ്ങളിങ്ങനെ വീട്ടിലുള്ള പൂവൊക്കെയാണ് ഇടാറ്. ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വീട്ടിൽ അത്തപ്പൂവിന് വേണ്ടി മാത്രം പോയി പൂ പുറത്ത് പോയി പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ മേടിച്ചിട്ട് വന്ന് പൂ ഇടുന്നതൊക്കെ. അവിടെ വീട്ടിൽ വെച്ച് അത്തപ്പൂട്ടപ്പോഴും വാരും. പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ട് അത്തപ്പൂ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ 12 മണി കഴിഞ്ഞായിരുന്നു. അമ്മച്ചിക്ക് കറക്റ്റ് 1 മണിക്ക് കഴിക്കുന്നത്. പിന്നെ സദ്യ ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാന്നുള്ള പ്ലാനിൽ അമ്മച്ചിയൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയി റെഡിയായി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിരുന്ന് സദ്യ കഴിക്കുകയാണേ. അടിപൊളി. ഒന്നും കഴിച്ചിട്ടില്ല അവൻ.
ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലിയാമനൊരു സെപ്പറേറ്റ് ഇലയൊക്കെ ഇട്ട് കൊടുത്ത് അവന് പറ്റിയ കറികളും വെച്ച് കൊടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ടിട്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. സദ്യയൊക്കെ കഴിച്ചു. എല്ലാവരും കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ലിയാമ മുണ്ടൊക്കെ ഉടുത്ത് ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കുഞ്ഞു കൊച്ചിങ്ങനെ മുണ്ട് കൊടുത്ത് ഓടിക്കളിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് അവന് ഇരിക്കാൻ പ്രായമായിട്ടേ ഉള്ളായിരുന്നു. അപ്പം ഈ വട്ടമായപ്പോഴത്തേക്ക് ഓടാൻ തുടങ്ങി. അപ്പൊ ഇതൊക്കെ ക്യാപ്ചർ ചെയ്തില്ല, പിന്നെ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ സദ്യ കഴിച്ചാലും മെയിൻ എന്താണെന്നറിയാലോ, സദ്യ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി ഉറക്കം വരും. അപ്പൊ പിന്നെ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. ബൈ ബൈ.